കുവൈറ്റ് ദുരന്തത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് മരണപ്പെട്ട 3 പേരിൽ 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയായ ശ്രീഹരി പ്രദീപിന്റെ സംസ്കാരം വീട്ടുവളപ്പിലും, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാരം പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിലും നടന്നു. വിവരങ്ങളുമായി ജോസൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസൽ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, അതിവൈകാരികമായ കാഴ്ചയ്ക്ക് തന്നെയാണ് കോട്ടയം സാക്ഷ്യം വഹിച്ചത്. 2 പേരുടെയും സംസ്കാരം പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ, എങ്ങനെയാണ്? അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവൈകാരികമായ നിമിഷങ്ങളാണ് ഇന്ന് കുറേ മണിക്കൂറുകളിലായി ഞങ്ങൾ അടക്കമുള്ള അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി പ്രവാസ ജീവിതത്തിലേക്ക് പോയ 2 ചെറുപ്പക്കാർ ഇന്ന് എന്നേക്കുമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. ആദ്യം 2 മണിയോടുകൂടി സംസാര ചടങ്ങുകൾ പൂർത്തിയായത് ശ്രീഹരി പ്രദീപിൻ്റെതാണ്. ചങ്ങനാശ്ശേരി ഇത്തിത്താനത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ തന്നെ തീനാളങ്ങൾ ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുമ്പോൾ നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടും ഒക്കെയാണ് ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ യാത്രയാക്കിയത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി അദ്ദേഹത്തിൻ്റെ പിതാവ് അടക്കമുള്ള ആളുകൾ കുവൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. പിതാവ് ജോലി ചെയ്യുന്ന കുവൈറ്റിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഈ മാസം 5-ാം തീയതിയാണ് ശ്രീഹരി പ്രദീപ് അവിടേക്ക് കയറിപ്പോയത്. അവിടെ എത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന പിതാവ് പ്രദീപിന് മകൻ്റെ ദേഹവിയോഗ വാർത്ത ഈ ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിൽ ആരും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആകസ്മികമായി കടന്നു വന്ന ഒരു അപകടത്തിൽ ഈ മകൻ്റെ മരണവാർത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം വിളിച്ചു പറയാൻ വേണ്ട ഒരു അവസ്ഥയാണ് ആ പിതാവിന് ഉണ്ടായത്. ആ മകൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പൂർത്തിയായെങ്കിൽ അതിനുശേഷം ഇവിടെ പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് ഷിബു വർഗീസിൻ്റെ ചടങ്ങുകൾ നടന്നത്. രാവിലെ മുതൽ തന്നെ അവിടെ തൊട്ടടുത്തുള്ള പാരിഷ് ഹാളിലായിരുന്നു പൊതുദർശനത്തിന് വെച്ചിരുന്നത്. അതിനുശേഷം പള്ളിയിലേക്ക് എടുക്കുകയും പിന്നീട് തൊട്ടടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചായിരുന്നെങ്കിൽ ഭാര്യയെയും 3 വയസ്സുള്ള കുട്ടിയെയും എല്ലാം വളരെ വേഗം തന്നെ കുവൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത്. നിറകണ്ണുകളോടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അരികത്ത് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയുമെല്ലാം ഏറെ വേദനാജനകമായിരുന്നു. ഇനി ഈ കോട്ടയം ജില്ലയിൽ ചടങ്ങ് പൂർത്തീകരിക്കാനുള്ളത് പാമ്പാടിയിൽ സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ എബ്രാഹിം സാബുവിൻ്റെ ചടങ്ങാണ്. അത് നാളെ പാമ്പാടിയിൽ നടക്കും. അതുപോലെ തന്നെ ഇന്ന് അടക്കം ചെയ്ത ഷിബു വർഗീസിൻ്റെ അമ്മാവൻ മാത്യു തോമസ്, അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളും പാണ്ടനാട് നാളെ നടക്കും. ഏതായാലും വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നത്. അഞ്ജന. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കുവൈറ്റ് ദുരന്തത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് മരണമടഞ്ഞ 3 പേരിൽ 2 പേരുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും ഒരാളുടെ സംസ്കാരം ഉണ്ടാവുക.